സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട് പയറിൻ്റെ വളപ്രയോഗം, അത് എപ്പോഴാണ് ആദ്യമായിട്ട് വളം ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യം ചെയ്യണം, രണ്ടാമത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പയർ നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇതൊക്കെ നല്ലപോലെ വളർന്ന് നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട്. തണ്ടൊക്കെ നല്ല ബലം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 4 ആകുമ്പോഴാണ് ആദ്യത്തെ വളം ചെയ്യാൻ പറ്റിയ സമയം. പയർ നടുമ്പോൾ തന്നെ നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ പയർ നടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ വളം ചെറുതായിട്ട് കൊടുത്താൽ മതി. വളം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ തടത്തിൽ കളകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയണം. അല്ലെങ്കിൽ അത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളമൊക്കെ വലിച്ചെടുക്കും. അതുപോലെ കളകളിൽ വന്നിരിക്കുന്ന പുൽച്ചാടികൾ, പുഴുക്കളൊക്കെ പയറിൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിക്കും. ആദ്യത്തെ വളം നമുക്ക് ചെറുതായിട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ചാണകപ്പൊടിയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം കളകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് മണ്ണൊക്കെ ചുറ്റുഭാഗത്തു നിന്നും വേരൊന്നും പൊട്ടിപ്പോവാതെ ഒന്ന് ഇളക്കി കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് വേണം വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. നമ്മൾ കൂടുതലും ഈ പൊട്ടി മിക്സൊക്കെ നിറച്ച് കൊടുക്കുമ്പോൾ ഈ ചാക്കിൽ ഉണങ്ങിയ കരിയിലകളാണ് നിറച്ച് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല ഇളക്കവുമുണ്ട്. അപ്പോൾ ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടി ഇതിൻ്റെ ചുറ്റുഭാഗവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോൾ വളം കൊടുത്താലും അതിൻ്റെ മുകളിലോട്ട് ചെറിയ രീതിയിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കരിയിലയോ ശീമക്കൊന്നയുടെ ഇലയോ ഒക്കെ പുതയിട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ചെടികളുടെ ചുവട്ടിൽ നല്ലൊരു തണുപ്പോ ഈർപ്പവും എപ്പോഴും നിലനിൽക്കും. അതുപോലെ തന്നെ ശീമക്കൊന്ന ഇല നല്ലൊരു ജൈവ വളമാണ്. അതൊക്കെ അഴുകി നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളമായി മാറുകയും ചെടി നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുകയും വേണം. അതുപോലെ ജൈവ കീട നിയന്ത്രണ മാർഗ്ഗങ്ങളായ ബിവേറിയ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഇതൊക്കെ നമ്മൾ തുടക്കത്തിലെ അടിച്ചു കൊടുക്കുന്ന കീടനിയന്ത്രണത്തിനും ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. ചെടി വളർന്നു തുടങ്ങുമ്പോൾ തന്നെ സ്ഥിരം ഒരു 15 ദിവസം ഇടവിട്ട് മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഞ്ഞയുടെയും ചായയുടെയും പുഴുക്കളുടെയും ഒക്കെ ആക്രമണം വളരെ കുറയും. ഈ രണ്ടാമത്തെ വളപ്രയോഗം ഒരു 12 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. അങ്ങനെ ഒരു 3 പ്രാവശ്യം വളം കൊടുത്ത് കഴിഞ്ഞ് മണ്ണിട്ട് കൊടുത്താൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.